ഹായ് ഫ്രണ്ട്സ്, ഡു ഇറ്റ് യുവർ സെൽഫ് ബൈ മിഥുൻ എന്ന മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഈ അക്വേറിയത്തിൻ്റെ സ്റ്റാൻഡ്, വുഡൻ സ്റ്റാൻഡ്, അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ഈ അക്വേറിയം വേറൊരു സ്ഥലത്തിരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അതിൽ കുറച്ച് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ ഷിഫ്റ്റിങ്ങും പിന്നീടുള്ള ബാക്കി നമ്മുടെ ടാങ്കിലുള്ള എല്ലാ ഫിഷിൻ്റെ വിശേഷം അറിയാം. വീഡിയോ മൊത്തമായിട്ട് കാണുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമുക്ക് ആദ്യം അക്വേറിയം സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കുറേ പഴയ വുഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡിന് വാങ്ങിയ വുഡുണ്ട്. പിന്നെ കുറച്ച് പുതിയ വുഡ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ പ്ലൈവുഡ് ഒരു വീട്ടിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഡോറിൻ്റെ കുറച്ച് പഴയ വുഡ്. ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിയ വുഡാണ്. അപ്പോൾ ഇത് നമ്മൾ 4 കാല് കട്ട് ചെയ്യുന്നുണ്ട്. സോ 4 കാല് ഒരുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് പഴയ പ്ലൈവുഡാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതിലുള്ള പഴയ ആണികളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പോൾ അതിന് പിന്നെ ആവശ്യത്തിനുള്ള സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് നമ്മളത് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ബാക്ക് സൈഡാണ്. അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ആവശ്യമുള്ളതുപോലെ നെയിൽസും കാര്യങ്ങളും ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കാർപ്പൻറ്ററൊന്നുമല്ല. നമ്മൾ എന്താ പറയുക, ഡു ഇറ്റ് യുവർ സെൽഫ് അല്ലേ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. സോ ഇങ്ങനൊരു സംഭവം കിട്ടി. സോ 3 സൈഡും ഓക്കെയാണ്. ഇപ്പോൾ ഇത് MDFൻ്റെ വുഡാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിൽ കാണാൻ കുറച്ച് ഭംഗിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വുഡ് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്ക്രൂ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്താലും മാക്സിമം കെയർ എടുത്ത് ചെയ്യുക. ടൂൾസ് യൂസ് ചെയ്യുമ്പോഴും ഒത്തിരി കെയർ എടുത്ത് ചെയ്യുക, റിസ്ക് ഒന്നും എടുത്ത് ചെയ്യരുത്. പിന്നെ ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയൊരു വുഡ് തന്നെയാണ്. അപ്പോൾ ഇതായിരിക്കും ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത്. അപ്പോൾ ഓക്കെ, കുറച്ച് ക്വാളിറ്റിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ വുഡ് മേലെ വെച്ചതാണ്. അപ്പോൾ അത് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമ്മുടെ പോളിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉള്ളിൽ ഇത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ബെഡ്റൂമിൻ്റെ ഈ വാളിലായിട്ട്. അപ്പോൾ നമ്മൾ 1-2 ഓപ്ഷൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിലേതാണോ വർക്കൗട്ട് ആവുന്നത് നമ്മൾ ചെയ്യും. ഇപ്പോൾ തെർമോക്കോൾ മേലെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഒരു ടാങ്കിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പൊക്കെ എടുത്താലും കുഴപ്പമില്ല. ഇത് 2.5 ഫീറ്റ് ടാങ്കാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒറ്റയ്ക്ക് ക്യാരി ചെയ്യാന്നുള്ളേ ഉള്ളൂ, അധികം വെയിറ്റ് ഒന്നുമില്ല. അകത്തുള്ളത് ബ്ലാക്ക് സോയിലാണ്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ പഴയ ലീവ്സൊക്കെ ഞാൻ കട്ട് ചെയ്യാണ്. കാരണം ഇത് അധികം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് കുറേ കാലമായിട്ടിരുന്ന ടാങ്കായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിനെക്കാട്ടി ഒരു ബെറ്റർ ഓപ്ഷനാണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ ടേബിളിനെ കുറച്ചൊന്ന് ടിൽറ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നത്. സോ ഇത് ഐലൻഡ് അക്വേറിയം എന്ന് പറയും. അതായത് 3 സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പഴയ ഡ്രിഫ്റ്റ് വുഡ് കാര്യങ്ങളൊക്കെ എല്ലാം വയ്ക്കുന്നുണ്ട്. കുറച്ച് എക്സ്ട്രാ സോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബ്ലാക്ക് സോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം നിറയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള സോയിലൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് പെബിൾസൊക്കെ നമ്മൾ വയ്ക്കുന്നുണ്ട്. പിന്നെ വെള്ളം നമ്മൾ ഈ ഓസ് ഉപയോഗിച്ചാണ് എടുക്കുന്നത്. ശരിക്കും ഈ ഓസിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ്ക് എം ചെയ്യാനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഫില്ല് ചെയ്യാനും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുവിധം സെറ്റിലായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ നമ്മൾ കാർപ്പറ്റ് പ്ലാന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, നോർമൽ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഇതിൽ. കാരണം കുറച്ച് ഹാർഡ്സ്കേപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു ഹീറ്റർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഊട്ടിയിലെ ടെമ്പറേച്ചർ കുറച്ച് പ്രശ്നമായതുകൊണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് മീനിനെ ഇട്ടിട്ടുണ്ട്. ടെട്രാസ് ഓൾറെഡി ഈ ടാങ്കിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് അതിലുണ്ടായിരുന്നത്. എക്സ്റ്റേണൽ ഹാങ്ങിങ് ഫിൽറ്റർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫിഷസിനെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് വയ്ക്കുകയാണ്. ഇപ്പോൾ ലൈറ്റ് വെച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ തന്നെ ചെയ്തെടുത്തൊരു ലൈറ്റാണ്. ഒരു വുഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലൈറ്റാണ്. വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ഒരു ലൈറ്റാണ് നമ്മളിതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്ലോസപ്പ് ലുക്ക് നോക്കാം. വെള്ളമൊക്കെ നല്ല രീതിയിൽ ക്ലിയറായിട്ട്, ഇപ്പോൾ മീനിനെയൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ഇപ്പോൾ ടാങ്ക് ഇരിപ്പുണ്ട്. ഇത് അപ്സൈഡ് ഡൗൺ ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്ന ഫിഷാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഫിഷാണ്. കുറേ ടൈപ്പ് ടെട്രാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബലൂൺ ടെട്ര, നിയോൺ ടെട്ര, സർഫസ് ടെട്ര, റെമിനോസ് ടെട്ര, അങ്ങനെ കുറേ ടെട്രാസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് റെയിൻബോ ഫിഷാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ കാണുന്നത് എൻ്റെ വൺ ഓഫ് ദ വെരി ഫേവറേറ്റ് ഫിഷാണ്. അപ്പോൾ ഇതിനെ ഡെന്നിസൺ ബാർബ് എന്ന് പറയും, മിസ് കേരള ഫിഷ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊരു ഫ്രഷ് വാട്ടർ ഫിഷാണ്. നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു ഫിഷാണ്.
പിന്നെ ഇതല്ലാണ്ട് എൻ്റെ ഒരു വലിയൊരു ടെട്രാ കളക്ഷൻ തന്നെ ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് ടൈഗർ വെറൈറ്റിയിലുള്ള ഒരു മീനാണ്. പക്ഷേ ഇതിന് ഫിൻസൊക്കെ നല്ല വലുതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാങ്ക്. അവർ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. ഇത് റെമിനോസ് ടെട്ര എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടാങ്ക്. നിങ്ങളിതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് അറിയാമെന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.